ലോകത്തെവിടെയും നിർബന്ധ മതപരിവർത്തനത്തിന് മുസ്ലിങ്ങൾ നേതൃത്വം നൽകിയെന്ന് ചരിത്രത്തിൽ എവിടെയും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കാരണം നിർബന്ധ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു പദ്ധതി പരിശുദ്ധ ഇസ്ലാമിലില്ല. നമ്മുടെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ അറിയാം എങ്ങനെയാണ് ഒരാൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുക, ഒരാൾ എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിക്കുക. ആ കൊച്ചുകുട്ടികൾ പറഞ്ഞു തരും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക മുഹമ്മദ് റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ അർത്ഥമറിഞ്ഞ് ഹൃദയത്തിൽ ഉറപ്പിച്ച് അതൊരാൾ വിശ്വസിക്കുമ്പോഴാണ്, അത് നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞാൽ മാത്രം പോരാ, അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് ഒരാൾക്ക് പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കാൻ സാധിക്കുക. ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു രാജ്യത്ത് സ്വന്തം വിശ്വാസവും സംസ്കാരവും നിലനിർത്തിക്കൊണ്ട് മറ്റു സഹോദര സമുദായങ്ങളുമായി എല്ലാ അർത്ഥത്തിലുള്ള സൗഹാർദ്ദവും സഹിഷ്ണുതയും നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ സമൂഹത്തിന് ചെയ്തിട്ടുള്ള, ഈ രാജ്യത്തിന് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന. ലോകത്തുടനീളം ഇസ്ലാമിനെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇസ്ലാമോഫോബിയ ഒരജണ്ടയായി ഏറ്റെടുത്ത് മാധ്യമങ്ങളിലൂടെ വിവിധങ്ങളായ പ്രചാരണ രീതികളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇസ്ലാമും മുസ്ലിങ്ങളും ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും പ്രതീകങ്ങളായി അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി, പുതിയ തലമുറയെ അത് വിശ്വസിപ്പിക്കുന്നതിനു വേണ്ടി ലോകത്തുടനീളം കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു ഘട്ടത്തിലാണ് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് വിവിധ ഭാഷകളും വിവിധ സംസ്കാരങ്ങളും മതങ്ങളും ജാതികളും ഉപജാതികളുമായി കഴിഞ്ഞുകൂടുന്ന ഒരു നാട്ടിൽ പരിശുദ്ധമായ ഇസ്ലാമിനെ വളരെ മനോഹരമായി അവതരിപ്പിക്കാനും പഠിപ്പിക്കാനും അതനുസരിച്ചുള്ള ശിക്ഷണത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ കാണിച്ചു കൊടുക്കാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സാധ്യമായിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതിനുവേണ്ടി ആയിരക്കണക്കിന് മദ്രസകളും ദർസുകളും അറബി കോളേജുകളും വിവിധങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ സംരംഭങ്ങളും നടത്തി വരുന്നു. പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമായിട്ടുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ആ ആശയത്തിന് വിരുദ്ധമായി വരുന്ന ഏത് കാഴ്ചപ്പാടുകളാണെങ്കിലും ഏത് ആശയങ്ങളാണെങ്കിലും അത് ശരിയല്ല എന്ന് അതത് സമയത്ത് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താനും അതിന് പ്രതിരോധിക്കാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സാധ്യമായി. പരിശുദ്ധ ഇസ്ലാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഈ നാട്ടിൽ പ്രചരിക്കപ്പെട്ടതാണ്. ഇസ്ലാമിക പ്രബോധകന്മാർ, പരിശുദ്ധ സ്വഹാബത്ത് തന്നെ ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഇന്ത്യയിൽ വന്നു എന്നുള്ളത് ആധികാരികമായ ചരിത്രമാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് ദീൻ കാണാനും വിശ്വസിക്കാനും അനുഭവിക്കാനും സാധിച്ച സൗഭാഗ്യവാന്മാരായ സ്വഹാബത്ത്, അവരാണ് ഇന്ത്യയിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചത്. പ്രവാചകനിൽ നിന്ന് നേരിട്ട് ഇസ്ലാമിനെ പഠിച്ച ആളുകൾ അവരിവിടെ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചു, ഇസ്ലാമിക ജീവിതം നയിച്ചു. ആ മാതൃകായോഗ്യമായ ഇസ്ലാമിക ജീവിതം കണ്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ മതപരിവർത്തനത്തിന്റെയും നിർബന്ധ മതപരിവർത്തനത്തിന്റെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാനും ശത്രുത വളർത്താനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഒരു വിശുദ്ധമായ ജീവിതത്തെ അനുസരിച്ച് അത് കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കി അതിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ലോകത്തുടനീളമുള്ള ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചരിത്രം. ലോകത്തെവിടെയും നിർബന്ധ മതപരിവർത്തനത്തിന് മുസ്ലിങ്ങൾ നേതൃത്വം നൽകിയെന്ന് ചരിത്രത്തിൽ എവിടെയും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കാരണം നിർബന്ധ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു പദ്ധതി പരിശുദ്ധ ഇസ്ലാമിലില്ല.
നമ്മുടെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കുട്ടികളോട് ചോദിച്ചാൽ അറിയാം എങ്ങനെയാണ് ഒരാൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുക, ഒരാൾ എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിക്കുക. ആ കൊച്ചു കുട്ടികൾ പറഞ്ഞു തരും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക മുഹമ്മദ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ അർത്ഥമറിഞ്ഞ് ഹൃദയത്തിൽ ഉറപ്പിച്ച് അതൊരാൾ വിശ്വസിക്കുമ്പോഴാണ്, അത് നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞാൽ മാത്രം പോരാ, അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് ഒരാൾക്ക് പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കാൻ സാധിക്കുക. ഒരുപക്ഷേ ഈ ഷഹാദത്ത് കലിമ ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കാൻ കഴിയും, ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് ആവർത്തിച്ചുകൊണ്ട് അത് പറയിപ്പിക്കാൻ സാധിക്കും, അതിന്റെ അർത്ഥം ഒരാളെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ആ മനുഷ്യന്റെ മനസ്സിൽ അത് വിശ്വസിക്കണമെങ്കിൽ, ആ മനസ്സിൽ അത് ഉറപ്പിക്കണമെങ്കിൽ അത് ബാഹ്യ ശക്തികളെ കൊണ്ട് കഴിയില്ല. അതൊരാൾക്ക് ഭീഷണിപ്പെടുത്തി വിശ്വസിപ്പിക്കാൻ കഴിയില്ല. ഒരാൾക്ക് വലിയ വലിയ സമ്പത്തും പണവും പ്രലോഭനത്തിലൂടെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല. അതാ മനുഷ്യന്റെ സ്വയം ബോധ്യമാണ്, അതാ മനുഷ്യന്റെ സ്വയം ബോധ്യമാണ്. അതൊരു വ്യക്തിക്ക് പരിശുദ്ധ ഇസ്ലാം എന്റെ വിമോചനത്തിന്റെ വഴിയാണെന്ന് സ്വയം ബോധ്യപ്പെടുകയും സ്വയം തിരിച്ചറിയുകയും ഇനി ഞാൻ ഈ പരിശുദ്ധമായ വിശ്വാസത്തെ സ്വീകരിക്കുന്നു എന്ന് സ്വയം തീരുമാനിക്കുമ്പോഴല്ലാതെ ഒരാൾക്ക് പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിർബന്ധ മതപരിവർത്തനം നടത്തുന്നു എന്ന് തെറ്റിദ്ധാരണ പരത്തി ഇവിടെ സഹോദര സമുദായങ്ങൾക്കിടയിൽ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അവർക്കിടയിൽ വിഭാഗീയതയും വർഗീയതയും വിദ്വേഷവും വളർത്താൻ നമ്മുടെ രാജ്യത്ത് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇന്ത്യ രാജ്യത്തുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകം സൂഫി വര്യന്മാരുടെ ദർഗകളെയും മക്ബറുകളെയും കാണാൻ സാധിക്കും. ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സർറുൽ അസീസ് ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ദർഗകൾ, ആ ദർഗകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അവരൊക്കെ ജീവിച്ച കാലത്ത്, അവരുടെ ജീവിതകാലത്ത് അവർ പരിശുദ്ധ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിച്ചു. ആ വിശുദ്ധമായ ജീവിതം കണ്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. ആ വിശുദ്ധമായ ജീവിതം കണ്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാമിക ജീവിതം നയിക്കപ്പെട്ടതിന്റെ പേരിൽ, അതിലൂടെ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കപ്പെട്ടതിന്റെ പേരിൽ അങ്ങനെ ഇസ്ലാം മത പരിവർത്തനത്തിലേക്ക്, പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുന്നതിലേക്ക് അവരുടെ ഇസ്ലാമികമായ ജീവിതം അതിന് സഹായകമായി എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത്, ആ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കപ്പെട്ടിരുന്ന കാലത്ത്, അവരുടെ വിശുദ്ധമായ ഇസ്ലാമിക ജീവിതം കണ്ടുകൊണ്ട് ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്ന കാലത്ത് ഇവിടുത്തെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതായിട്ട് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. അവരോട് ശത്രുതയോടുകൂടി പെരുമാറിയതായിട്ട് കാണാൻ സാധിക്കില്ല. അവർ മതപരിവർത്തനം നടത്തുന്നു എന്ന് ആരോപണം ഉന്നയിച്ചതായിട്ട് കാണാൻ സാധിക്കില്ല. അവർ ജീവിച്ചിരുന്ന കാലത്ത് ഈ രാജ്യത്ത് ഹിന്ദുക്കൾ ഭരിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾ ഭരിച്ചിട്ടുണ്ട്, മറ്റു പല വിഭാഗങ്ങളും ഭരണം നടത്തിയിട്ടുണ്ട്. ആ ഭരണാധികാരികളൊന്നും അവർക്കെതിരെ ഇവർ ഇവിടെ മതപരിവർത്തനം നടത്തുന്നു എന്ന ആരോപണം ഉന്നയിച്ചതായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കില്ല. അവരുടെ ജീവിതകാലത്ത് അവർ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു. ആ മാതൃകായോഗ്യമായ ജീവിതം കണ്ടുകൊണ്ട് മറ്റുള്ള ആളുകൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. ആ ഇസ്ലാമിക സ്വീകരണം കണ്ടുകൊണ്ട് തന്നെ മറ്റുള്ള സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ അവരെ ആദരിച്ചു, ബഹുമാനിച്ചു. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഭയപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യനെ മറ്റുള്ളവർ ആദരിക്കും, ബഹുമാനിക്കും, ഭയപ്പെടും. ഇത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. ആ ഇസ്ലാമികമായ ജീവിത രീതി കണ്ടുകൊണ്ടാണ് മറ്റുള്ള ആളുകൾ ഇസ്ലാം സ്വീകരിച്ചത്. പക്ഷെ അതിന്റെ പേരിൽ സഹോദര സമുദായത്തിൽപ്പെട്ട ആരും അവരെ വെറുക്കാനോ അവരെ അകറ്റി നിർത്താനോ അവരോട് എന്തെങ്കിലും അസഹിഷ്ണുത കാണിക്കാനോ മുന്നോട്ട് വന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കില്ല. ജീവിതകാലത്ത് മാത്രമല്ല, ഇന്നും അവർ വഫാത്തായതിനു ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോഴും അവരുടെ മക്ബറുകൾ, അവരുടെ ദർഗകൾ പരിശോധിച്ചാൽ അറിയാം, അവിടെയും നൂറുകണക്കിന് ഹൈന്ദവ സഹോദരന്മാർ, നൂറുകണക്കിന് ക്രൈസ്തവ സഹോദരന്മാർ, സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ അവിടെ തീർത്ഥാടനം നടത്തുന്നു, അവിടെ സന്ദർശനം നടത്തുന്നു. എന്താണ് കാരണം? അവർ ജീവിതകാലത്ത് സ്വന്തം വിശ്വാസവും സംസ്കാരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിച്ചു. സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളെ ബഹുമാനിച്ചു, ആദരിച്ചു, അവർക്കിടയിൽ ആ സൗഹൃദത്തിന്റെ സന്ദേശം പകർന്നു.
ആ പാരമ്പര്യ ഇസ്ലാമിന്റെ ആ സൂഫി സരണിയുടെ ഇന്നത്തെ നേർചിത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവന ചെയ്യുന്നത്. ആ സൂഫി പാരമ്പര്യത്തിന്റെ ഇന്നത്തെ ജീവിക്കുന്ന ഉദാഹരണമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ കാണാൻ സാധിക്കുന്നത്. എന്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തന ദൗത്യം? ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ അനുസരിക്കുന്നു, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടത്തെ അംഗീകരിക്കുന്നു. ഈ ഭരണഘടനയ്ക്ക് വിധേയമായി, നിയമവിധേയമായി വിശ്വാസ സംസ്കാര ആചാര അനുഷ്ഠാന ക്രമങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ആശയാദർശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭരണഘടന അനുസൃതമായ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു. ആ പ്രബോധന പ്രവർത്തനങ്ങൾ മറ്റൊരു സഹോദര സമുദായത്തിനും പ്രയാസമില്ല. വർഗീയതക്കെതിരാണ്, വിഭാഗീയതക്കെതിരാണ്, തീവ്രവാദത്തിനെതിരാണ്, വിദ്വേഷത്തിനെതിരാണ്. മതവിഭാഗങ്ങൾക്കിടയിൽ പരസ്പരം വിദ്വേഷവും സംഘർഷവും വളർത്തുന്ന എല്ലാ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പോഷക ഘടകങ്ങൾ ശക്തമായ പ്രതിരോധം തീർക്കുന്നു. അത്തരത്തിലുള്ള ഒരു പാരമ്പര്യ ഇസ്ലാമിക പൈതൃകത്തിന്റെ ആ പിന്മുറക്കാരായ ഒരു സംഘടനാ സംവിധാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ഇതേപോലെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ഇന്ത്യയിലുടനീളമുള്ള മുസ്ലിങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയും കർമ്മപരിപാടിയുമാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത്. കാരണം എന്താണ്? എല്ലാ മതവിഭാഗങ്ങൾക്കും നൽകപ്പെടാനുള്ള സന്ദേശം ഭരണഘടനാനുസൃതമായി സ്വന്തം വിശ്വാസം സ്വീകരിക്കാൻ, സ്വന്തം സംസ്കാരത്തെ സംരക്ഷിക്കാൻ, സ്വന്തം ആശയങ്ങൾ പ്രബോധനം ചെയ്യാൻ, എന്നാൽ മറ്റുള്ള സഹോദര സമുദായങ്ങൾക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്താൻ, വർഗീയതയില്ലാത്ത, വിഭാഗീയതയില്ലാത്ത, ഭീകരവാദമില്ലാത്ത, തീവ്രവാദമില്ലാത്ത ആ മാനുഷികമായ പരിഗണനകൾക്കും മഹത്വത്തിനുമൊക്കെ ബലകൽപ്പിക്കുന്ന ഒരു മഹത്തായ സംഭാവന. ആ സംഭാവനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തിന് നൽകിയത്. 100-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ പ്രസ്ഥാനം. 100-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും അഭിമാനത്തോടുകൂടി ഈ സമൂഹത്തോട് മുന്നോട്ട് പോകാൻ സാധിക്കും, സമൂഹത്തോട് പറയാൻ സാധിക്കും, മഹത്തായ ആ ഒരു സംഭാവന ഈ പ്രസ്ഥാനത്തിലൂടെ നിർവഹിക്കാൻ സാധിച്ചു. ആദർശപരമായ, വിശ്വാസപരമായ ആ ദൗത്യം ഈ പ്രസ്ഥാനം നിർവഹിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഈ പ്രസ്ഥാനം നിർവഹിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് വിദ്യാഭ്യാസ പ്രവർത്തനം. എന്റെ സഹപ്രവർത്തകൻ നേരത്തെ അനീസ് കൗസരിയുടെ വിശദീകരിച്ചു. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവല ഭൗതിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കലല്ല. കേവല ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് ഇന്ന് സമൂഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കാത്ത അപകടകരമായ ചില സാഹചര്യങ്ങൾ ലോകത്തും ഇന്ത്യയിലും നിലനിൽക്കുന്നുണ്ട്. നാം അറിയേണ്ടത് പാശ്ചാത്യ ഭൗതികവാദത്തിന്റെ അത് സ്വീകരിച്ച്, പുതിയ തലമുറ സ്വീകരിച്ച്, ധാർമ്മികതക്ക് പ്രാധാന്യമില്ലാത്ത, വിശ്വാസത്തിന് പ്രാധാന്യമില്ലാത്ത, ആത്മീയതക്ക് പ്രാധാന്യമില്ലാത്ത ഒരു വരണ്ട മാനുഷിക ജീവിതം ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളെ തിരിച്ചറിയാത്ത, മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത, മനുഷ്യർക്കിടയിൽ സ്നേഹവും സഹവർത്തിത്വവും ഇല്ലാത്ത, സ്വാർത്ഥത മാത്രം പഠിപ്പിക്കുന്ന, മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വലിയ വിലയും നിലയും കൽപ്പിക്കപ്പെട്ടുകൊണ്ട് ആ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പരിധികളില്ലാത്ത, എല്ലാ ധാർമ്മികതയുടെയും അതിർവരമ്പുകൾ ലംഘിക്കുന്ന ഒരു ഭൗതിക സംസ്കാരം പുതിയ തലമുറക്കിടയിൽ ഇന്ന് വളർന്നു വരുന്നു. പാശ്ചാത്യൻ ഭൗതികവാദം ഇന്ന് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുന്നു, നമ്മുടെ സംസ്കാരത്തേക്ക് കടന്നു വരുന്നു, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ആ കുടുംബങ്ങളിലേക്ക് അത്തരത്തിലുള്ള ഭൗതികവാദ ചിന്താഗതികൾ കടന്നു വരുമ്പോ എന്തു വേണം? ആ ഭൗതികവാദത്തിന്റെ തിന്മകളെ പ്രതിരോധിക്കാൻ ആവശ്യമായ ആത്മീയമായ ശേഷി പുതിയ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. കേവല ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് പുതിയ തലമുറ രക്ഷപ്പെടില്ല. നമ്മുടെ സ്കൂളുകൾ, കോളേജുകളിൽ, യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നില്ല, മുതിർന്നവരെ ആദരിക്കാൻ പഠിപ്പിക്കുന്നില്ല. ഇവിടെ ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തുമ്പോ അന്യനെ അല്ലെങ്കിൽ സ്വന്തം സഹജീവിയെ കൊലപ്പെടുത്താൻ പാടില്ല, അത് കുറ്റകരമാണെന്ന് ഒരു സിലബസിലും പഠിപ്പിക്കുന്നില്ല. അവിടെ എല്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? അവിടെ ശാസ്ത്രം പഠിപ്പിക്കുന്നു, അവിടെ സയൻസ് പഠിപ്പിക്കുന്നു, അവിടെ കണക്ക് പഠിപ്പിക്കുന്നു, അവിടെ ചരിത്രം പഠിപ്പിക്കുന്നു. മനുഷ്യനാവശ്യമായ എല്ലാ വിദ്യാഭ്യാസവും നൽകുന്നു. പക്ഷേ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന, മനുഷ്യത്വം നൽകുന്ന, മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ സംസ്കാരം പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസം ഇന്നത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ത് ചെയ്തു? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഭൗതിക വിദ്യാഭ്യാസത്തെ എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിച്ചു.
പക്ഷേ ആ ഭൗതിക വിദ്യാഭ്യാസം നേടുമ്പോൾ തന്നെ ആ ഭൗതിക വിദ്യാഭ്യാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും മാനുഷികമായ ഭാവങ്ങളും സംരക്ഷിക്കുന്ന രീതിയിലുള്ള ആത്മീയമായ വിദ്യാഭ്യാസം നിർബന്ധമാണ്. ആത്മീയമായ വിദ്യാഭ്യാസം നിർബന്ധമാണ്. ആ ആത്മീയമായ വിദ്യാഭ്യാസത്തെ മാറ്റിവെച്ചുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ ആ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് നാടിനോ സമൂഹത്തിനോ കുടുംബത്തിനോ മാതാപിതാക്കൾക്കോ ആ വ്യക്തിക്ക് പോലും ഗുണകരമല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ പരിശോധിച്ച് നോക്കൂ, എന്തെല്ലാം വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? മാതാപിതാക്കളെ കൊലപ്പെടുത്ത മക്കൾ, മക്കളെ കൊലപ്പെടുത്ത മാതാപിതാക്കൾ, ഭാര്യയെ കൊലപ്പെടുത്ത ഭർത്താവ്, ഭർത്താവിനെ കൊലപ്പെടുത്ത ഭാര്യ. എന്തെല്ലാം ക്രൂരതകളുടെ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ക്രൂരത ചെയ്യാൻ മനുഷ്യന് പ്രചോദനമാകുന്നത്? സ്വന്തം മാതാപിതാക്കളെ കൊലപ്പെടുത്താൻ, സമ്പത്തിനു വേണ്ടി മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന, ഒരു നിമിഷത്തെ വൈകാരികമായ ഒരു പ്രചോദനത്തിന്റെ പേരിൽ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തുന്ന, സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തുന്ന, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന മാതാപിതാക്കൾ. ഈ ക്രൂരത എവിടുന്ന് പഠിച്ചു മനുഷ്യൻ? ഈ ക്രൂരത അനുസരിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കാൻ കാരണം എന്താണ്? ആ മനുഷ്യന് മനുഷ്യത്വം പഠിപ്പിക്കുന്ന, മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ സംസ്കാരം പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസം ഈ ഭൗതികവാദം നൽകിയില്ല. ഈ ഭൗതിക വിദ്യാഭ്യാസം നൽകിയില്ല. അവിടെയാണ് ആത്മീയ വിദ്യാഭ്യാസത്തിലൂടെ ഭൗതിക വിദ്യാഭ്യാസം എത്ര നേടിയാലും ആ ആത്മീയ വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം ചേർത്ത് വെക്കുന്ന, മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ചേർത്ത് വെക്കുന്ന ഒരു വിദ്യാഭ്യാസ സംസ്കാരം സമസ്ത കേരള ജമിയത്തിനു പഠിപ്പിച്ചത്. സമസ്ത കേരള ജമിയത്തിനും കേവലം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുകയല്ല ചെയ്തത്. ആയിരക്കണക്കിന് മദ്രസകളും ദർസുകളും അറബി കോളേജുകളും യതീംഖാനകളും അതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാൻ സമൂഹത്തെ ആഹ്വാനം ചെയ്യുകയല്ലേ ചെയ്തത്. നേരെ മറിച്ച് ഒരു വിദ്യാഭ്യാസ സംസ്കാരം ഇവിടെ പഠിപ്പിച്ചു. ആ വിദ്യാഭ്യാസ സംസ്കാരം എന്താണ്? മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന വിദ്യാഭ്യാസം, ഗുരുവര്യന്മാരെ ആദരിക്കുന്ന വിദ്യാഭ്യാസം, സഹോദര സമുദായത്തിൽപ്പെട്ടവനെ ആദരിക്കുന്ന വിദ്യാഭ്യാസം, സാമ്പത്തിക കാര്യങ്ങളിൽ സംശുദ്ധി വെച്ച് പുലർത്തുന്ന വിദ്യാഭ്യാസം, അയൽവാസിയെ സ്നേഹിക്കുന്ന വിദ്യാഭ്യാസം, കൊച്ചുകുട്ടികളോട് കരുണ കാണിക്കുന്ന വിദ്യാഭ്യാസം, ഭർത്താവിനെ ബഹുമാനിക്കുന്ന വിദ്യാഭ്യാസം, ഭാര്യയെ സ്നേഹിക്കുന്ന വിദ്യാഭ്യാസം, മാതാപിതാക്കൾ കുട്ടികളോട് കരുണ കാണിക്കുന്ന വിദ്യാഭ്യാസം, സാമ്പത്തിക കാര്യങ്ങളിൽ സത്യസന്ധതയും സൂക്ഷ്മതയും പാലിക്കുന്ന വിദ്യാഭ്യാസം, താൻ കഴിക്കുന്ന ഭക്ഷണം അത് അനുവദനീയമായതാണ് എന്ന് ഉറപ്പുവരുത്താൻ മാത്രം സൂക്ഷ്മത പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം, താൻ നേടുന്ന സമ്പത്ത് അനുവദനീയമായതാവണമെന്ന് സൂക്ഷ്മത പാലിക്കുന്ന വിദ്യാഭ്യാസം. ആ അർത്ഥത്തിലുള്ള വിദ്യാഭ്യാസ സംസ്കാരം പഠിപ്പിക്കാൻ സമസ്ത കേരള ജമിയത്തുലമ മുന്നോട്ട് വന്നു. 10,000-ത്തിലധികം വരുന്ന മദ്രസ സംവിധാനങ്ങൾ, നൂറുകണക്കിന് അറബി കോളേജുകൾ, നൂറുകണക്കിന് ദർസുകൾ, അവിടെയെല്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? കേവല ഭൗതിക വിദ്യാഭ്യാസം മാത്രമല്ല, ആ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയമായ വിദ്യാഭ്യാസം നൽകുന്നു. ആത്മീയമായ വിദ്യാഭ്യാസം പരീക്ഷയിൽ വിജയിക്കാനുള്ള വിദ്യാഭ്യാസം മാത്രമല്ല, അതൊരു ജീവിതശീലമാക്കുകയാണ്. അതിനനുസരിച്ച് ശിക്ഷണം നൽകുന്നു, അതിനനുസരിച്ചുള്ള തർബിയത്ത് നൽകുന്നു. ആ വിദ്യാഭ്യാസമാണ് സമസ്ത കേരള ജമിയത്തുലമ ഈ സമൂഹത്തിന് നൽകിയത്. ആ വിദ്യാഭ്യാസം സമസ്തയിൽ നിന്ന് സമൂഹത്തിന് കിട്ടിയതിന്റെ ഗുണഫലമാണ്. SKSF ഒരു ജില്ലാ സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോ നൂറുകണക്കിന് സ്ത്രീ പുരുഷന്മാർക്ക് തലമറച്ച് ഇസ്ലാമിക വേഷവിധാനത്തോടുകൂടി ഈ മൈതാനത്ത് ഒരുങ്ങി വരാൻ കാരണമായത് സമസ്ത കേരള ജമിയത്തുലമ ഇവിടെ നൽകിയ വിദ്യാഭ്യാസ സംസ്കാരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സമസ്ത കേരള ജമിയത്തുലമയുടെ സാന്നിധ്യമില്ലാത്ത, എന്നാൽ മുസ്ലിങ്ങളേറെ തിങ്ങിപ്പാർക്കുന്ന എത്ര സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. വലിയ പാരമ്പര്യമുള്ള രാജ്യമാണല്ലോ ഇന്ത്യ. 4-5 നൂറ്റാണ്ടുകാലം മുസ്ലിങ്ങൾ ഭരണം നടത്തിയ നാടാണല്ലോ ഇന്ത്യ. മുസ്ലിം ഭരണാധികാരി ഉണ്ടായിരുന്ന നാടാണല്ലോ ഇന്ത്യ. ബാബർ മുതൽ ബഹദൂർ ഷാ സഫർ വരെ നീണ്ടു നിൽക്കുന്ന മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം മുസ്ലിങ്ങളല്ലേ രാജ്യം ഭരിച്ചത്. ഡൽഹി സുൽത്താൻമാർ, ഖിൽജി രാജവംശം, ലോധി രാജവംശം, എത്ര മുസ്ലിം രാജാക്കന്മാർ രാജ്യത്ത് ഭരണം നടത്തി. ആ മുസ്ലിം രാജാക്കന്മാർ ഭരണം നടത്തിയ അവരുടെ പരിഷ്കാരത്തിന്റെയും അവരുടെ വികസനത്തിന്റെയും പുരോഗതിയുടെയും ഒക്കെ സ്മാരകങ്ങൾ ഇന്നും നിലനിൽക്കുന്ന, ഡൽഹിയുടെ ചെങ്കോട്ടക്ക് പരിസരത്ത് പോലും തിങ്ങി താമസിക്കുന്ന, ചേരികൾ താമസിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് ഈ സംസ്കാരം കാണുന്നില്ല? എന്തുകൊണ്ട് ഈ വിശ്വാസത്തിന്റെ അടയാളങ്ങൾ കാണുന്നില്ല?
എന്തുകൊണ്ട് ഈ വിശ്വാസത്തിന്റെ വേഷവിധാനങ്ങൾ കാണുന്നില്ല? എന്തുകൊണ്ട് ഈ വിശ്വാസത്തിന്റെ മഹിത മാതൃകൾ അവിടെ കാണുന്നില്ല? അവർക്ക് എന്തേ പാരമ്പര്യമില്ലേ? അവർക്ക് സമ്പത്തില്ലേ? അവർക്ക് ഉന്നത കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നവരല്ലേ? പക്ഷേ അവർക്ക് ഇസ്ലാമിക സംസ്കാരത്തിന്റെ അടയാളങ്ങൾ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചില്ല. എന്താണ് കാരണം? പാരമ്പര്യമില്ലാത്തത് കൊണ്ടല്ല, അവിടെ മുസ്ലിം രാജാക്കന്മാർ ഭരണം നടത്താത്തത് കൊണ്ടല്ല, അവിടെ മുസ്ലിം നേതാക്കന്മാരില്ലാത്തത് കൊണ്ടല്ല, അവിടെ മുസ്ലിം സമുദായത്തിന് നേതൃത്വം കൊടുക്കാൻ പല രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാത്തത് കൊണ്ടല്ല. അതിനേക്കാളല്ല അപ്പുറം എന്റെ സമുദായം, എന്റെ വിശ്വാസം, എന്റെ സംസ്കാരം, എന്റെ തൗഹീദ്, അതനുസരിച്ച് ഇസ്ലാമികമായ ജീവിതം എന്ന് ചിന്തിക്കാൻ ആവശ്യമായ മതബോധം നൽകാൻ അവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പോലെയുള്ള ഒരു പണ്ഡിത പ്രസ്ഥാനം ഉണ്ടായില്ല. കേരളത്തെക്കാൾ കൂടുതൽ, കർണാടകത്തെക്കാൾ കൂടുതൽ എത്രയോ മടങ്ങ് മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് ഉത്തർപ്രദേശ്. ബീഹാറിലെ മുസ്ലിങ്ങളെ നോക്കൂ, നിങ്ങൾ അസമിലെ മുസ്ലിങ്ങളെ നോക്കൂ. എത്ര മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന നൂറുകണക്കിന് ഗ്രാമങ്ങളുള്ള പ്രദേശങ്ങൾ. എന്തുകൊണ്ട് ഈ കൊടക് ജില്ലയിൽ ഒരുമിച്ച് കൂടിയതിന് സമാനമായ ഇസ്ലാമിക വേഷവിധാനങ്ങൾ മാത്രമല്ല, ഇസ്ലാമിക വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ച് ജീവിക്കുന്ന, ഇസ്ലാമിക സംസ്കാരം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സാമൂഹ്യ ജീവിത ചുറ്റുപാട് എന്തുകൊണ്ട് അവിടെ ഉണ്ടായില്ല? അവർക്ക് പാരമ്പര്യമുണ്ടല്ലോ, അവർക്ക് വലിയ വലിയ മഹിതമായ പാരമ്പര്യമുണ്ടല്ലോ, സാമ്പത്തിക ശേഷിയുള്ള മുസ്ലിങ്ങൾ അവിടെ ഉണ്ടല്ലോ, ഭൗതിക വിദ്യാഭ്യാസം നേടിയ മുസ്ലിങ്ങൾ അവിടെ ഉണ്ടല്ലോ. എന്തുകൊണ്ട് നമ്മൾ ഈ നേടിയ നേട്ടങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല? സമ്പത്തല്ല പ്രധാനം, ഭൗതിക വിദ്യാഭ്യാസമല്ല പ്രധാനം, അധികാരത്തിലെ സ്വാധീനങ്ങൾ മാത്രമല്ല പ്രധാനം, പാരമ്പര്യമല്ല പ്രധാനം, ചരിത്രത്തിന്റെ പിന്തുലമല്ല പ്രധാനം. അതിനേക്കാൾ അപ്പുറം ആത്മീയമായ വിദ്യാഭ്യാസവും ശിക്ഷണവും അവർക്ക് ലഭ്യമായില്ല. അവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിജയം. അവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം സമൂഹത്തിന് എന്ത് സംഭാവന ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നന്മയുടെ സംസ്കാരം, ഈ പാരമ്പര്യത്തിന്റെ സംസ്കാരം, ഈ പാരമ്പര്യത്തിന്റെ ശീലങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനിയുള്ള കാലത്തും സംരക്ഷിക്കപ്പെടണം, നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അതിനെന്തു വേണം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും ഉപദേശ നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി നമ്മുടെ മഹല്ല് സംവിധാനത്തെ കേന്ദ്രീകരിക്കണം, നമ്മുടെ മദ്രസ സംവിധാനം അതിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കണം, നമ്മുടെ കുടുംബാന്തരീക്ഷം അതനുസരിച്ച് ക്രമപ്പെടുത്തണം, നമ്മുടെ വ്യക്തി ജീവിതം അതനുസരിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവന ചെയ്യുന്ന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് കൊണ്ട് ക്രമപ്പെടുത്തുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവന ചെയ്യുന്ന ആ വിദ്യാഭ്യാസ സംസ്കാരം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയും വേണം. അത് സാധിക്കണമെങ്കിൽ SKSF 35ാം വാർഷികത്തിന്റെ ഭാഗമായി 3 പ്രധാനപ്പെട്ട അപകടങ്ങളെ കുറിച്ച് സമൂഹത്തോട് തുറന്ന് സംസാരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് പോലും അറിയാത്ത, മുതിർന്ന രക്ഷിതാക്കൾക്ക് പോലും അറിയാത്ത, മാതാപിതാക്കൾക്ക് പോലും അറിയാത്ത, നമ്മൾ ഇന്ന് പോലെ ഗൗരവത്തോടു കൂടി വേണ്ട പോലെ ചിന്തിക്കാത്ത 3 അപകടങ്ങൾ നമ്മുടെ പുതിയ തലമുറയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. 3 അപകടകരമായ സംഗതികൾ നമ്മുടെ പുതിയ തലമുറയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ അപകടം ഡ്രഗ് അഡിക്ഷനാണ്. ലഹരിയുടെ, മയക്കുമരുന്നിന്റെ, മദ്യത്തിന്റെ ഉപയോഗം എന്ന് സാധാരണ രീതിയിൽ നമ്മൾ പറയും. നമ്മൾ ഇക്കാലം അത്രയും കേട്ടത് ഏതെങ്കിലും ബാർ ഹോട്ടലുകളിലോ മദ്യഷാപ്പുകളിലോ പോയി മദ്യം വാങ്ങി കുടിക്കുന്നവരാണ് നമ്മുടെ മുമ്പിൽ മദ്യപാനി. മയക്കുമരുന്ന് കുത്തിവെച്ചുകൊണ്ട് മോഹാലസ്യപ്പെട്ട് ബോധരഹിതനായി എവിടെയെങ്കിലും വീണ് കിടക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആ മയക്കുമരുന്നിന്റെ അടിമകളെയാണ് നമ്മൾ ഇത്ര കാലം ആ മയക്കുമരുന്നിന്റെ അടിമ എന്ന് കേട്ടിരുന്നത്. എന്നാൽ പുതിയ തലമുറക്കിടയിൽ UP ലെവലിൽ, ഹൈസ്കൂൾ ലെവൽ, ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 12, 15, 18 വയസ്സ് പ്രായമുള്ള ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികൾക്കിടയിൽ വരെ ഇന്ന് ലഹരിയുടെ മാഫിയ ഇന്ന് കേന്ദ്രീകരിച്ചിരിക്കുന്നു. അവർക്ക് നിറമുണ്ടാവില്ല, അതിന് സ്മെല്ലുണ്ടാകില്ല, അതിന് കളറുണ്ടാകില്ല. ഈ വ്യക്തി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം, ലബോറട്ടറിയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ പോലും ഈ വ്യക്തി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത വിധം, ലബോറട്ടറിയുടെ അവിടുത്തെ ടെസ്റ്റുകൾക്ക് പോലും അതിനെപ്പോലും മറികടക്കുന്ന രീതിയിൽ ഇന്ന് ലഹരി മാഫിയ നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ തലമുറയെ അത് ബാധിച്ചിരിക്കുന്നു. ഡ്രഗ് അഡിക്ഷൻ ആൺകുട്ടികൾക്കിടയിലും പെൺകുട്ടികൾക്കിടയിലും ഇന്നത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു.
നമ്മുടെ വീട്ടിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഈ ലഹരിക്കടിമയാണോ എന്ന് പരിശോധിക്കാൻ മാതാപിതാക്കൾ ശ്രമിച്ചാൽ ഒരുപക്ഷെ അവർ പരാജയപ്പെടും. മാതാപിതാക്കൾ കണ്ടെത്താൻ സാധിക്കില്ല. അവന്റെ കൂടെ 24 മണിക്കൂറും സഞ്ചരിക്കുന്ന അവന്റെ സഹപാഠിക്ക്, അവന്റെ കൂട്ടുകാരന് പോലും കണ്ടെത്താൻ സാധിക്കില്ല. അവർക്ക് പോലും കണ്ടെത്താൻ സാധിക്കാത്ത വിധം രഹസ്യമായി ആ ലഹരി ഉപയോഗിക്കാനും അത് ആസ്വദിക്കാനും മണിക്കൂറുകളോളം ആനന്ദത്തിന്റെ ഏതോ ലോകത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ലഹരിയുടെ പുതിയ പുതിയ പരീക്ഷണശാലകളായി നമ്മുടെ കൊച്ചുകുട്ടികൾ മാറിയിരിക്കുന്നു. ഇതിനെ കൃത്യമായി തിരിച്ചറിയാനും അതിനെ അഭിസംബോധന ചെയ്യാനും അതിനെ മറികടക്കാൻ ആവശ്യമായ ആത്മീയമായ ശേഷിയും ബോധവും പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ജനറേഷൻ, അടുത്ത തലമുറ നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ എത്ര സമ്പന്നനായിട്ടും കാര്യമില്ല. ആ കുട്ടികൾക്ക് പ്രാഥമികമായി എത്ര മതവിദ്യാഭ്യാസം നൽകിയെന്ന് അഭിമാനിച്ചിട്ടും കാര്യമില്ല. ഈ പുതിയ തലമുറയുടെ ബുദ്ധിയും തലച്ചോറും ചിന്തയും സംസ്കാരവും വിശ്വാസവും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു പുതിയ ലഹരിയുടെ സംസ്കാരം പുതിയ തലമുറയെ ഇന്ന് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. അത് തിരിച്ചറിയാനും അതിനെ മറികടക്കാനും നമുക്ക് സാധിക്കണം. SKSFന്റെ 35ാം വാർഷികത്തിന്റെ ഭാഗമായി അതിന്റെ വിവിധ തലങ്ങളെ രക്ഷിതാക്കൾക്കിടയിലും കുട്ടികൾക്കിടയിലും കുടുംബിനികൾക്കിടയിലും ഉമ്മമാർക്കിടയിലും സഹോദരിമാർക്കിടയിലും വ്യാപകമായ പ്രചാരണത്തിന് ഈ സംഘടന മുന്നിട്ടിറങ്ങാനും വേണ്ടി പോവുകയാണ്. രണ്ടാമത്തെ സംഗതി, രണ്ടാമത് നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഈ പുതിയ തലമുറയെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത മറ്റൊരു അഡിക്ഷനാണ് സൈബർ അഡിക്ഷൻ. സൈബർ അഡിക്ഷൻ, എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ആ മൊബൈൽ ഫോണിൽ ആവശ്യത്തിന് വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കും. അതിനേക്കാൾ അപ്പുറം ഈ മൊബൈൽ ഫോൺ എന്തിനെല്ലാം ഉപയോഗിക്കാമെന്ന് നമുക്ക് മാതാപിതാക്കൾക്ക് പോലും കൃത്യമായിട്ട് അറിയില്ല. മക്കൾക്ക് ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി, മക്കളുടെ പഠനകാര്യങ്ങൾക്ക് വേണ്ടി, അവന്റെ കൂടെ പഠിക്കുന്നവർക്കെല്ലാം മൊബൈൽ ഫോൺ ഉണ്ട്. അതുകൊണ്ട് എന്റെ മോൾക്ക് മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു അപകർഷതാബോധം ഉണ്ടാകും. അതുകൊണ്ട് അതിന്റെ പേരിൽ വിഷമിക്കണ്ട, അവര് വാങ്ങുന്ന ആ വിലപിടിപ്പുള്ള കമ്പനിയുടെ മൊബൈൽ ഫോൺ നമ്മളും 20,000 30,000 വില കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു. ആ മൊബൈൽ ഫോണിൽ ഈ കുട്ടികൾ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ മാതാപിതാക്കളെ നമുക്കറിയില്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ ഈ ഫോൺ ഉപയോഗിക്കുന്നത് പരസ്പരം ഫോൺ ചെയ്യാൻ ഉപയോഗിക്കാം, വാട്സപ്പ് സന്ദേശങ്ങൾ കൈമാറാൻ ഉപയോഗിക്കാം, ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ പോലെയുള്ള ചില സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ. ഇതിനപ്പുറം നമുക്കറിയില്ല. പക്ഷേ ഈ കുട്ടികളെ സാമ്പത്തികമായി നശിപ്പിക്കുന്ന, അവരുടെ സമയം നശിപ്പിക്കുന്ന, അവരുടെ ബുദ്ധിയെ നശിപ്പിക്കുന്ന, അവരുടെ ഓർമ്മശക്തിയെ നശിപ്പിക്കുന്ന സൈബർ സിൻഡ്രോം പോലെയുള്ള രോഗാവസ്ഥയിലേക്ക് പുതിയ തലമുറ എത്തിക്കുന്ന രീതിയിലുള്ള അപകടകരമായ ആ മനുഷ്യനെ പൂർണ്ണമായി നശിപ്പിക്കുന്ന അപകടകരമായ ഗെയിമുകൾ കടിമകളാണ് നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ. തൊട്ടടുത്ത ജില്ലയാണല്ലോ വയനാട് ജില്ല. വയനാട് ജില്ലയിൽ കോവിഡ് കാലത്താണ് 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 3 ആൺകുട്ടികൾ ഒരേ ദിവസം അവരവരുടെ വീടുകളിൽ വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തു. നിങ്ങൾ പത്രത്തിലും മറ്റുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 3 ഈ കുട്ടികൾ എന്തിന് ആത്മഹത്യ ചെയ്തു? സ്വന്തം വീടുകൾ വെച്ചുകൊണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 കുട്ടികൾ ഒരേ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കളിക്കൂട്ടുകാരാണ്. ഇവരെന്തിന് ആത്മഹത്യ ചെയ്തു എന്ന് അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. കാരണം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഒരു 12 വയസ്സ് 13 വയസ്സ്. ഈ 13 വയസ്സുള്ള കുട്ടികൾക്ക് അവർ സാമ്പത്തിക പ്രയാസം മൂലം ആത്മഹത്യ ചെയ്യില്ല, അവർക്ക് ബിസിനസ് തകർന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യില്ല, ഒരു പ്രണയ നൈരാശ്യത്തിന്റെ അവസ്ഥയിലേക്ക് എത്താൻ പ്രായമായിട്ടില്ല. പിന്നെന്തിനാണ് ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്തത്? ആർക്കും പിടികിട്ടുന്നില്ല. അവസാനം പോലീസ് ഉദ്യോഗസ്ഥർ ഈ മയ്യത്തൊക്കെ കബറടക്കി ദിവസങ്ങൾക്ക് ശേഷം ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ വന്നപ്പോ ഇവരെ വീടുകൾ വന്നിട്ട് അന്വേഷിച്ചു, ഈ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ടോ? രക്ഷിതാക്കൾ പറഞ്ഞു മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു. അവരതിന്റെ ടെക്നീഷ്യന്മാർ ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ ഫോൺ പരിശോധിച്ചു. 3 പേരുടെയും മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഈ 3 കുട്ടികളും ഒരു പ്രത്യേകമായ ഗെയിമുകൾ കടിമകളായിരുന്നു. വളരെ അപകടകരമായ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഗെയിമുകൾ കടിമകളായിരുന്നു ഈ കുട്ടികളെന്ന് തിരിച്ചറിയുന്നു.
ആ ഗെയിമുകൾക്ക് അടിമകളായ കുട്ടികൾ എത്രത്തോളം അതിന് അടിമകളായിരുന്നു എന്ന് അതുമായി ബന്ധപ്പെട്ട കേസ് ഡയറി പുറത്തു വന്നപ്പോ അത് വിശദീകരിക്കപ്പെട്ടു. എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത്? ഈ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന, ഈ കുട്ടികൾ അടിമകളായിരുന്ന ഗെയിമിന്റെ പ്രത്യേകത, ആ ഗെയിമുകൾ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ ഗെയിം കളിക്കാൻ ആദ്യം അവർ അതിൽ അംഗത്വം എടുക്കുന്നു, അതിൽ പ്രവേശിക്കുന്നു, അതിൽ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഘട്ടങ്ങൾ ആ ഗെയിമിന്റെ ഭാഗമായിട്ട് പൂർത്തീകരിക്കപ്പെടണം. ഓരോ ഘട്ടവും വിജയിച്ച് കയറുമ്പോ ഈ ഗെയിം കളിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബുദ്ധിയും അവന്റെ ചിന്തയും അവന്റെ ശ്രദ്ധയും അവന്റെ ജീവിതത്തിലെ ബലപ്പെട്ട സമയവും അവൻ അതിനുവേണ്ടി സമർപ്പിക്കുകയാണ്. പഠനത്തെക്കാൾ പ്രധാനം, ഭക്ഷണത്തെക്കാൾ പ്രധാനം, ഉറക്കിനേക്കാൾ പ്രധാനം, അവന്റെ മറ്റ് സ്കൂൾ വിദ്യാഭ്യാസത്തെക്കാൾ പ്രധാനം, അവന്റെ കുടുംബങ്ങളെക്കാൾ പ്രധാനം, അവന്റെ ചിന്തയും അവന്റെ തലച്ചോറും അവന്റെ ചിന്തെല്ലാം ഈ ഗെയിമുകൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുകയാണ്. അതിൽ ആസക്തി വരികയാണ്, അഡിക്ഷൻ ആവുകയാണ്. വിവിധങ്ങളായ ഘട്ടങ്ങൾ ഈ കുട്ടികൾ വിജയിച്ച് അതിന്റെ ഏറ്റവും അവസാനത്തെ മൂർധന്യമായ ഘട്ടത്തിലെത്തി. അവസാനത്തെ ഘട്ടത്തിലെത്തുമ്പോ ഈ ഗെയിമിൽ അവർക്ക് ഇൻസ്ട്രക്ഷൻ ലഭിക്കുന്ന കാര്യം എന്താണ്? ഈ ഗെയിമിന്റെ അവസാനം എന്ന് പറയുന്നത്, ആ അവസാനത്തെ ഘട്ടം ഈ ഗെയിം കളിക്കുന്ന കുട്ടികൾ ആസ്വദിക്കണം. ആസ്വാദം എങ്ങനെയാണ്? ഈ ഗെയിമിന്റെ അവസാനത്തെ ഘട്ടം എത്തുമ്പോ വീടിനകത്തോ മറ്റു സൗകര്യപരമായ സ്ഥലത്തോ ജനലും വാതിലുമെല്ലാം അടച്ച് തനിച്ച് ഒരു റൂമിനകത്ത് ഈ ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള ഒരു പാട്ട് ഉച്ചത്തിൽ പുറത്തുവിടണം. മണിക്കൂറുകളോളമുള്ള പാട്ട്. ആ പാട്ട് കേൾക്കുന്ന സമയത്ത് അവന് ഭക്ഷണം കഴിക്കേണ്ടതില്ല, അവൻ ഉറങ്ങേണ്ടതില്ല, അവന് മലമൂത്ര വിസർജനം നടത്തേണ്ടതില്ല. കാരണം അവന്റെ ബുദ്ധിയും ചിന്തയും എല്ലാം ഈ ഗെയിമിന്റെ ഭാഗമായി പുറത്തു വരുന്ന ഈ പാട്ടിൽ സമർപ്പിക്കപ്പെടുകയാണ്. ഇതിനഡിക്ഷനായ കുട്ടി മാസങ്ങൾ നീണ്ട ഈ പ്രോസസ്സിന് ശേഷം അവൻ എത്തിപ്പെടുന്ന ഈ അഡിക്ഷന്റെ ഭാഗമായി ഈ കുട്ടി എത്തിപ്പെടുന്നത് ഈ പാട്ട് കേട്ട് അവസാനിക്കുന്ന അവസരത്തോടുകൂടി ഇവന്റെ ചിന്തയിൽ വരുന്നത്, എന്റെ ജീവിതത്തിൽ എനിക്ക് ആസ്വദിക്കാനുള്ളത് മുഴുവൻ ഞാൻ ആസ്വദിച്ചു കഴിഞ്ഞു, ഇതിനേക്കാൾ വലിയ ഒരാസ്വാദനം, ഒരു സന്തോഷം, ഒരു സംതൃപ്തി എനിക്ക് ഇനി ലോകത്ത് ലഭിക്കാനില്ല. അതുകൊണ്ട് ഈ ഗെയിമിന്റെ അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് ഞാൻ ഈ ലോകത്ത് നിന്ന് എന്റെ ജീവിതം അവസാനിപ്പിക്കലാണ്. മാസങ്ങൾ നീണ്ട പ്രോസസ്സിനൊടുവിൽ ഇവന്റെ ബുദ്ധിയെ, ഇവന്റെ തലച്ചോറിനെ, ഇവന്റെ ചിന്താഗതിയെ ഈ ഗെയിം ആ രീതിയിൽ ക്രമീകരിച്ച് 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 3 കുട്ടികളെ ആത്മഹത്യയിലെത്തിക്കുന്ന സാഹചര്യത്തെ കൊണ്ടുവന്നു. നമുക്കറിയുമോ നമ്മുടെ കുട്ടികളെ ഇത്തരം ഒരു അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത് എന്ന്? ഒരിക്കലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒരിക്കലും അവർക്ക് അത്തരത്തിലുള്ളൊരു അപകടകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത് എന്ന് തിരിച്ചറിയാൻ മാതാപിതാക്കൾക്കറിയില്ല. നമുക്കതിന്റെ സാങ്കേതിക വിദ്യകളൊന്നും അറിയില്ല.